ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെയും പീഡാനുഭവത്തെയും ക്രൂശമരണത്തെയും ഓർക്കുന്ന നാളുകളാണല്ലോ ഈ നോമ്പ് കാലം. ഇത് രക്ഷയുടെ കാലമാണ്. ആത്മസമർപ്പണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കാലമാണ്. ഭൗതിക വസ്തുക്കളുടെ വർജനം മാത്രമല്ല, ആത്മീയ കാര്യങ്ങളുടെ ആർജനം കൂടെ സാധ്യമാകണം. ക്രിസ്തുവിനൊപ്പം ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് സഞ്ചരിക്കുന്ന ദിനങ്ങളായി ഈ നോമ്പ് കാലം മാറട്ടെ. വചനധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ. 20-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചിറക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സാദൃശ്യം. അവൻ 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും വേലക്കാരെ വിളിക്കുന്നു. 16-ാം വചനത്തിൽ നാം വായിക്കുന്നു: ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വചനത്തിൽ പത്രോസ് ചോദിക്കുന്നു: ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യത്തിന് മറുപടിയാണ് 20-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ വിശദമാക്കുന്നത്. ഇവിടെ മുന്തിരിത്തോട്ടം ദൈവരാജ്യവും യജമാനൻ ദൈവവുമാണ്. 1-ാം ഭാഗം വേലക്കാരുടെ വിളിക്കുന്ന ഭാഗമാണ്. പല സമയങ്ങളിലാണ് ജോലിക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നത്. യജമാനൻ പറയുന്നു: നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ. ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നവരോട് യജമാനൻ പറയുന്നു: നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം. യജമാനൻ നമ്മെ വിളിക്കുന്നു. പല സമയങ്ങളിലാണ് അവൻ നമ്മെ വിളിക്കുന്നത്. ജീവിതത്തിൻ്റെ 3/4 ഭാഗവും മെനക്കെട്ട് തീർന്നിരിക്കാം. സാരമില്ല, യജമാനൻ്റെ വിളി അനുസരിക്കാം. നാം വൈകിയാലും അവൻ നമുക്കായി കാത്തിരിക്കും. 2-ാം ഭാഗം കൂലിക്കൊടുക്കുന്ന ഭാഗമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമാണ് എന്നീ ഭാഗം വ്യക്തമാക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ റോമാലേഖനം 4-ാം അധ്യായം 4-ാം വചനം: എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി ലഭിക്കുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അതുകൊണ്ട് നാം ദൈവത്തിന് കടപ്പെട്ടവരാണ്. മുൻപന്മാർ എന്തുകൊണ്ടാണ് പിറുപിറുക്കുന്നത്? തങ്ങൾക്ക് കിട്ടാത്തതിലല്ല, മറിച്ച് താമസിച്ച് വന്നവർക്ക് കിട്ടിയതാണ് അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. മറ്റുള്ളവരുടെ നന്മയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച നന്മയിൽ തൃപ്തിപ്പെടാതെ സന്തോഷിക്കാതെ അപരൻ്റെ നന്മ കണ്ട് പിറുപിറുക്കുന്ന വിശ്വാസിയുടെ പ്രതീകം. അപ്പൻ്റെ ഭവനത്തിലേക്ക് ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മൂത്ത മകൻ പിറുപിറുക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ദൈവരാജ്യത്തിൽ നിത്യരാജ്യത്തിൻ്റെ അനുഭവം നേരത്തെ വന്നവർക്കും വൈകി വന്നവർക്കും ഒരുപോലെയാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നു. വലതു ഭാഗത്തെ കള്ളൻ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത് അതുതന്നെയാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ദൈവത്തെ ഏറ്റുപറയുവാൻ അവസരം ലഭിച്ചവൻ പർദീസയുടെ അനുഭവം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 12-ാം മണി നേരത്തും വന്നവർക്ക് കൂലി ഒരുപോലെ കൊടുക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ ചിത്രം ഇവിടെ കാണുന്നു. ദൈവത്തെ സേവിക്കുന്നത് എന്ത് കിട്ടും എന്ന ചിന്തയോടെ ആകരുതെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് സ്വർഗസ്ഥനായ പിതാവിനറിയാം. ആടിനു വേണ്ടത് ഇടയനറിയാം. പച്ചയായ പുൽപ്പുറവും സ്വച്ഛമായ ജലാശയവും ഇടയന് ആടിന് കരുതും, മുട്ടില്ലാതെ നടത്തും. ആകയാൽ എന്ത് കിട്ടുമെന്ന് ചിന്ത വെടിഞ്ഞ് നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് യജമാനൻ്റെ വിളിക്ക് കാതുകോർത്ത് ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാം. ഈ നോമ്പുകാലം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തെ അതിനായി ഒരുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.